ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മൾ എസ് പ്ലസ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫുഡ് ചോയ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫുഡിനെ കുറച്ച് ക്ഷാമമുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ചോയ്സ് ഉണ്ടാക്കണ പരിപാടിയായിട്ട് നേരെ കിടക്കാം. അപ്പോൾ നമ്മൾ വീറ്റും ബീട്രൂട്ടുമാണ് നമ്മൾ നടാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫുഡ് ചോയ്സിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷേ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യില്ല. വരുന്ന എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് നമ്മൾ നെതർ പോട്ടിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളിന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഓഫ് ക്യാമിലാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ ഇതാ 4 സ്ക്രൂസ് വുഡ് നട്ടിട്ടുണ്ട് അവിടുത്തെ മേലത്തെ ബയോമെന്ന്. അപ്പോൾ നമ്മൾ നടുന്നത് ഇവിടെ ആയിട്ടാണ്. ഏകദേശം ഞാൻ പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് ടെറാഫോം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ടെറാഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ ഗ്യാദർ ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെസ്റ്റിൽ നമ്മളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബക്കറ്റ് ഹോ, പിന്നെ നമുക്ക് 47 ബീട്രൂട്ട് സീഡും 44 വീറ്റ് സീഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിൽ നിന്ന് ഫുഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ടെറാഫോം എടുക്കണം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ടെറാഫോം ഉണ്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ചിലയിടത്ത് കോബിൾ സ്റ്റോണൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കണം. എന്നിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ഫാർമിലോൻ്റെ പരിപാടിക്ക് കിടക്കാം. അപ്പോൾ ഏകദേശം ഒരു സെൻറ്റർ ഇവിടുന്ന് സൈഡിക്ക് 4 ബ്ലോക്ക് വീതം കിട്ടണം. അപ്പോൾ ഇവിടേക്ക് 3 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടിയും ജസ്റ്റ് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് അവിടെയും കൂടി ഡേർട്ട് ഫിക്സ് ചെയ്തെടുക്കാം. ഒരു ബക്കറ്റിൻ്റെ വെള്ളത്തിൽ നിന്ന് 4 ബ്ലോക്ക് വരെയാണ് അത് ടിൽറ്റ് ചെയ്താൽ അത് നമുക്ക് സീഡ് നടാൻ പാകത്തിന് അത് വെള്ളം നനഞ്ഞ് കിട്ടുക. അപ്പോൾ അതുപോലെ ചെയ്യാൻ നമുക്ക് ഇവിടെ കോബിൾ സ്റ്റോൺ മാറ്റി ഡേർട്ട് വെക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇതാണ്, നമ്മൾ ക്രോപ്പ് ഫാം പോലെ നിർമ്മിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക് അല്ല, അത് മാനുവലാണ്. അതായത് നമ്മൾ ബോൺമീൽ ചെയ്യുന്നതിനനുസരിച്ചും ഓട്ടോമാറ്റിക്കായി നമുക്ക് ചെയ്യും. AFK നിന്നാൽ മതി, പക്ക വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫുഡ് ചോയ്സിന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാനും വേണ്ടി ഇതും ആവശ്യം വരും. നമുക്ക് ഫുഡിൻ്റെ ആവശ്യം വരും. അപ്പോൾ ക്രോപ്സിൻ്റെ അതായത് അപ്പോൾ ഏകദേശം 4 ബ്ലോക്ക്, അതായത് 5ാമത്തെ ബ്ലോക്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് സൈഡിക്ക് 4 സൈഡിക്കും 4 ബ്ലോക്ക് വീതം ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് ടിൽറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങോട്ടും 4 സൈഡ് വേണം, ഇങ്ങോട്ടും വേണം 4 ഇങ്ങോട്ടും വേണം 4. അപ്പോൾ ഇത് എന്നിട്ട് മൊത്തത്തിലൊരു ഇതിൻ്റെ ചുറ്റത്തെ എല്ലാ കോർണറും ബന്ധിപ്പിച്ചൊരു പ്ലാറ്റ്ഫോം ആക്കി എടുക്കുക. അപ്പോൾ നമ്മളെ വീറ്റ് ഫാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പുതിയ ചാനലാണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അത്രക്കും നമുക്ക് അത് വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു അനാർക്കി സെർവറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സ്വന്തം സുനിയുടെ ചാനലും എൻ്റെ ചാനലും വരുന്നതായിരിക്കും. ഞങ്ങൾ 2 പേരും കൂടി ചേർന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളൊന്ന് ടിൽറ്റ് ചെയ്തെടുക്കണം. ഇത് മുഴുവനായിട്ട് ടിൽറ്റ് ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നായി നടാം. അപ്പോൾ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കാതെ നമ്മളെ ടിൽറ്റിങ്ങിന് ശേഷമുള്ള സീഡൊക്കെ നട്ടിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഫുള്ള് നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീറ്റാണ് നട്ടിട്ടുണ്ട്. വീറ്റ് നമ്മൾ ജസ്റ്റ് കുറച്ച് ചെയ്യണുള്ളൂ. ബാക്കി നമുക്ക് ഇത് വീറ്റ് മിക്കവാറും ബാക്കി വരും. അപ്പോൾ നമുക്ക് നമ്മളെ അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ നടാം. പക്ഷേ നമ്മളിപ്പം നടുന്നില്ല. നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് ഫുഡ് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ജസ്റ്റ് ഇപ്പോൾ നമ്മളടുത്ത് അത്യാവശ്യം ഫുഡ് നമ്മൾ വില്ലേജിൽ നിന്ന് കിട്ടിയ ബ്രെഡും കുറച്ച് ആപ്പിളും അങ്ങനെയായിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ട്. ഫുഡിന് വലിയ ക്ഷാമല്ല, എന്നാലും നമുക്ക് ഉറപ്പാണ് വരും. പിന്നെ നമുക്ക് വില്ലേജർ ബ്രീഡറൊക്കെ ഉണ്ടാക്കാൻ ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. അപ്പോൾ ഫ്രണ്ട്സ് എന്തത്, അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ ഗോള്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ബൈ.